സുസ്ഥിരതയിലൂന്നിയ അടിസ്ഥാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ മാത്രമേ നാടിന് മുന്നേറാൻ സാധിക്കൂവെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കിയ സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. വാട്ടർ സെക്യൂരിറ്റി ആൻഡ് ക്ലൈമാറ്റ് അഡാപ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട്, കാസർഗോഡ് ജില്ലകളുടെ സംയോജിത ജലവിഭവ റിപ്പോർട്ടുകളുടെ പ്രകാശനവും ആശയവിനിമയ ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി കാർഷിക വികസനം, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം, പരിസ്ഥിതി പുനഃസ്ഥാപനം, ജീവനോപാധികളുടെ വികസനം തുടങ്ങിയ മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. വിവിധ സർക്കാർ വകുപ്പുകളുടെയും സാങ്കേതിക സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. ഭൂജല വകുപ്പ് ആർട്ടിഫിഷ്യൽ റീചാർജ് സ്കീം, ബോർവെൽ നിർമ്മാണം, മിനി വാട്ടർ സപ്ലൈ സ്കീം പുനരുദ്ധാരണം എന്നിവയിലൂടെ 76 ലക്ഷം ലിറ്റർ വെള്ളം ആണ് നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞത്. ഒരു വാർഡിൽ ഒരു കാർഷിക കുളം എന്ന ലക്ഷ്യം മുൻനിർത്തി, കിണറുകളുടെ റീചാർജിംഗ് ഒരു ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും ജലശക്തി മന്ത്രാലയത്തിന്റെയും പങ്കാളിത്തത്തോടെ ജർമ്മൻ ഫെഡറേഷൻ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കമ്മീഷൻ ചെയ്ത WASCA 2 ഉഭയകക്ഷി പദ്ധതിയുടെ ഭാഗമായാണ് സംയോജിത ജലവിഭവ പരിപാലന പദ്ധതികൾ തയ്യാറാക്കിയത്. പദ്ധതിയുടെ വെബ്സൈറ്റ് സമർപ്പണവും മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഓൺലൈൻ ഡോക്യുമെന്റേഷൻ ഉദ്ഘാടനം ചടങ്ങിൽ വെച്ച് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള ശാസ്ത്രീയ കൃഷിരീതി കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പാലക്കാട് സൂര്യരശ്മി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. പ്രൊജക്ട് മാനേജർ കൃഷ്ണൻ ത്യാഗി, ടെക്നിക്കൽ അഡ്വൈസർ സ്റ്റീഫൻ ദോം തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ MK ഉഷ, MGNREGS ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ TS ശുഭ തുടങ്ങിയവർ പ്രസംഗിച്ചു. MGNREGS മിഷൻ ഡയറക്ടർ A നിസാമുദ്ദീൻ സ്വാഗതവും നവകേരളം കർമ്മപദ്ധതി 2 ജില്ലാ കോർഡിനേറ്റർ P സൈദലവി നന്ദിയും പറഞ്ഞു.